ഇന്ന് ഒരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. 1400 വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു കഥയാണ്. ആ കഥ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഖുർആനിൽ ആ സംഭവം വിവരിക്കുന്നുണ്ട്. ആ കഥ അബാബീൽ പക്ഷികളുടെ കഥയാണ്. ആ ചരിത്രം അബ്രഹത്ത് എന്ന ഭരണാധികാരിയുടെ കഥയാണ്. അദ്ദേഹത്തിന്റെ വലിയ ആനപ്പടയുടെയും കഥയാണ്. അതായത് 1400 വർഷങ്ങൾക്ക് മുൻപ് ഇപ്പോഴത്തെ യമൻ, ആ യമന്റെ കൂടി ഭാഗമായ ആ പ്രദേശങ്ങളെല്ലാം ചേർന്നുള്ള ഒരു വലിയ ഭൂപ്രദേശത്തിന്റെ സർവ്വ സൈന്യാധിപനായിരുന്ന അബ്രഹത്ത് എന്ന ഭരണാധികാരി, അദ്ദേഹം ഇങ്ങനെ ശ്രദ്ധിച്ച ഒരു കാര്യം, മക്കയിലെ കഅബയിലേക്ക് അറബ് ലോകത്ത് നിന്ന് ഒത്തിരി മനുഷ്യർ ആരാധനയ്ക്കായി വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോ അതിന് എതിരായിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ആ ആരാധനാലയത്തിന് ബദലായിട്ടൊരു വലിയ ആരാധനാലയം ഉണ്ടാക്കാൻ അദ്ദേഹം തീരുമാനിക്കുന്നു. അങ്ങനെ ഇപ്പോഴും അവിടെ യമൻ തലസ്ഥാനമായ സനയിൽ ഉള്ള അൽ ഖാലിസ് കത്തീഡ്രൽ എന്ന് പറയുന്ന വലിയൊരു കത്തീഡ്രലൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. വിശ്വാസികളൊക്കെ ഇവിടേക്ക് വരുമെന്ന് പ്രതീക്ഷയുണ്ട്. പക്ഷേ അറബ് ലോകത്ത് നിന്ന് അങ്ങനെ അധികം പേരൊന്നും ആ ദേവാലയത്തിലേക്ക് പോകുന്നില്ല. അപ്പൊ അതിൽ കലിപൂണ്ടുകൊണ്ടാണ് തന്റെ സൈന്യത്തെ, ആനപ്പടയെ കഅബ പൊളിക്കാൻ വേണ്ടി, കഅബ നശിപ്പിക്കാൻ വേണ്ടി മക്കയിലേക്ക് അയക്കുന്നത്. അപ്പോൾ ഈ സൈന്യം വലിയ ആനപ്പടയാണ്. ഈ ആനപ്പട വരുന്ന സമയത്ത് മക്കയിലെ ജനങ്ങൾക്കറിയാം, ഞങ്ങൾക്കൊരിക്കലും ഈ സൈന്യത്തോട് ഏറ്റുമുട്ടി ജയിക്കാൻ പറ്റില്ല. അപ്പൊ അവര്, പ്രവാചകൻ ജനിക്കുന്നതിന് മുൻപുള്ള കഥയാണത്. അപ്പൊ അവര് തീരുമാനിക്കുന്നതെന്ന് വെച്ചാൽ ദൈവത്തിന്റെ ആരാധനാലയമാണല്ലോ, അത് ദൈവം തന്നെ രക്ഷിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ആരാധനാലയത്തിന്റെ സംരക്ഷണം ദൈവത്തിന് വിട്ടുകൊടുക്കുകയാണ്. അവര് ആനപ്പട വന്നിട്ടെങ്കിൽ കീഴടക്കി കൊട്ട് പോകട്ടെ എന്ന് വിചാരിക്കുകയാണ്. പക്ഷേ അബ്രഹത്തിന്റെ ഈ മേഖലയെ മുഴുവൻ വിറപ്പിക്കുന്ന ഏത് ഭരണാധികാരിയുടെയും പേടി സ്വപ്നമായി ഈ ആനപ്പടയ്ക്ക് കഅബയെ നശിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് ചരിത്രം. അതായത് ഖുർആനിൽ പറയും പ്രകാരമാണെങ്കിൽ, വിശുദ്ധ കഅബാലയത്തെ നശിപ്പിക്കാൻ വേണ്ടി അബ്രഹത്തിന്റെ ആനക്കൂട്ടം വന്നപ്പോൾ അബാബീൽ പക്ഷികളുടെ കയ്യിൽ തീയുണ്ടകൾ കൊടുത്തുവിട്ട് ആനക്കൂട്ടത്തിൽ നിന്ന് കഅബാലയത്തെ രക്ഷിച്ച ദൈവമാണ് ആ സംരക്ഷണം ഏറ്റെടുത്തത് എന്നാണ്. അബാബീൽ എന്ന് പറഞ്ഞാൽ അന്ന് വരെ ആരും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള പക്ഷികൾ ഇറങ്ങുകയും ആ പക്ഷികളുടെ കയ്യിലും ഒരു തീഗോളങ്ങൾ പോലെയുള്ള കല്ലുകൾ പേറിയിരുന്നുവെന്നും ആ കല്ലുകൾ കൊണ്ട് ഈ ആനക്കൂട്ടത്തിന് നേരെ ഈ പക്ഷികളുടെ കൂട്ടം ആക്രമണം നടത്തി എന്നുള്ളതാണ് കഥ, അല്ലെങ്കിൽ ചരിത്രം. ഈ കഥയെ ഏതാണ്ട് അന്വർത്ഥമാക്കുന്ന നിലയിലാണ് ഇപ്പോൾ ഇറാൻ അമേരിക്കയ്ക്ക് വലിയ പേടി സ്വപ്നമായി നിൽക്കുന്നത് എന്നുള്ളൊരു വിലയിരുത്തൽ. ഇങ്ങനെ ഒരു വിലയിരുത്തൽ നടത്തുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത്രയും അപകടകരമായ ഒരു വെട്ടുക്കിളി കൂട്ടമാണ് ഇറാന്റെ കയ്യിലുള്ളത് എന്ന് അമേരിക്കയിലെ തന്നെ ഒരു ഡ്രോൺ വിദഗ്ധനാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളോട് പറഞ്ഞത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പബ്ലിക് സ്റ്റേറ്റ്മെന്റ് നടത്തിയത്. അബാബീൽ എന്ന് പറഞ്ഞാൽ ഇറാനെ സംബന്ധിച്ച്, ഒരുപക്ഷെ അറബ് ലോകത്തെ സംബന്ധിച്ച് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പേരായിരിക്കും, പുണ്യമായ ഒരു പേരായിരിക്കും. ഇറാൻ ഇപ്പോൾ 47ാമത്, അവരുടെ ഇസ്ലാമിക് റവല്യൂഷന്റെ 47ാമത് വാർഷികം ആഘോഷിക്കുന്ന ദിവസങ്ങളാണ് കടന്നുപോയത്. ഇന്നലെയായിരുന്നു അതിന്റെ 10th ഡേ. ആ ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ അവർ 47 വർഷം കൊണ്ട്, ഇസ്ലാമിക് വിപ്ലവത്തിന് ശേഷമുള്ള ഈ 47 വർഷം കൊണ്ട് അവർ ഉണ്ടാക്കിയെടുത്ത വലിയ ഡ്രോൺ ശേഖരം, അത് തന്നെയാണ് അമേരിക്കയെ അമ്പരപ്പിക്കുന്നത്. അതൊരു ലോക്കസ്റ്റുകളുടെ കൂട്ടമാണ്, വെട്ടുക്കിളി കൂട്ടമാണത്. ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് വരുന്ന ഈ ഡ്രോണുകളിൽ അവർ ആദ്യമായിട്ടൊരു ഡ്രോൺ ഉണ്ടാക്കിയപ്പോൾ ആ ഡ്രോണിന് അവരുടെ സാങ്കേതിക വിദ്യ അവർ തദ്ദേശീയമായി തന്നെ വികസിപ്പിച്ച ഡ്രോണുകളാണ്. റഷ്യയുടെ കുറച്ച് സഹായമൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ ഡ്രോണിന്റെ പേര് അബാബീൽ എന്ന പേരാണ് അവർ ആദ്യത്തെ ഡ്രോണിന് നൽകിയത്. അപ്പൊ ആദ്യത്തെ ഡ്രോണായ അബാബീൽ മുതൽ ഇങ്ങോട്ട് ഏറ്റവും ഒടുവിൽ തൂഫാനും ഷഹീനും തലാഷും ഒക്കെ, അങ്ങനെ പല തരത്തിൽ കാറ്റഗറി 1, 2 എന്നൊക്കെ പറയുന്ന കമിക്കേസ് ഡ്രോണുകൾ, പല തരത്തിലുള്ള ഡ്രോണുകൾ, അവരുടെ ഡ്രോൺ ശേഖരത്തെക്കുറിച്ചും അത് ഇപ്പോൾ എബ്രഹാം ലിങ്കനെ പോലെ, അല്ലെങ്കിൽ എത്ര വലിയ അർമാഡയ്ക്ക് നേരെയും അത്തരത്തിലുള്ള വെട്ടുക്കിളി കൂട്ടങ്ങൾ പറന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അമേരിക്കയിൽ നിന്നുള്ള ഒരു ഡ്രോൺ വിദഗ്ധൻ എന്ന് പറയാവുന്ന ഒരാളാണ്. ഡ്രാഗൺ ഫ്ലൈ എന്നൊരു കമ്പനി, അമേരിക്കയിലെ പ്രധാനപ്പെട്ട ഒരു കമ്പനിയാണ്. ഈ ഡ്രോൺ ഡിസൈനിങ്ങും നിർമ്മാണവും ഒക്കെ നടത്തുന്ന ഒരു കമ്പനിയാണ്. ഈ കമ്പനിയുടെ CEO കാമറൺ ചെല്ലാണ് പറഞ്ഞിരിക്കുന്നത്, കളി കടുക്കും, ഇറാനെ ആക്രമിക്കാൻ പോയി കഴിഞ്ഞാൽ അവന്മാരുടെ ഈ ഡ്രോണുകളുടെ വെട്ടിക്കിളിക്കൂട്ടം പറന്നിറങ്ങിക്കഴിഞ്ഞാൽ എബ്രഹാം ലിങ്കൺ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം ഈ അവരുടെ റഡാറുകൾക്ക് കൃത്യമായിട്ടും എബ്രഹാം ലിങ്കണിലെ എല്ലാം ആക്സസിബിൾ ആണ്, എല്ലാം കൃത്യമായിട്ടും കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് വളരെ കൃത്യമായിട്ട് എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന കപ്പലിനെ, അല്ലെങ്കിൽ അതുപോലെയുള്ള എത്ര കപ്പലുകളെ വേണമെങ്കിലും ആക്രമിക്കാൻ ശേഷിയുള്ള വലിയ ഡ്രോൺ ശേഖരമുണ്ട് എന്ന് അമേരിക്കയിലെ ഡ്രോൺ വിദഗ്ധൻ തന്നെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ടത്. അതായത് ഈ ഉത്തരവാദിത്ത മേഖല, ഏരിയ ഓഫ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന മേഖലയിലേക്ക് അമേരിക്കൻ സൈന്യം അവരുടെ പടക്കപ്പലുമായി കയറി എന്ന് പറഞ്ഞപ്പോഴാണ് ഇദ്ദേഹം ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് കൊടുത്തത്. ഇത് നമ്മൾ ചെന്ന് കയറി കൊടുക്കുന്നതിന് തുല്യമാണ്. പിന്നെ ഈ പറയുന്നത് പോലെ പിന്നെ ഇറാൻ തീരുമാനിക്കും, നിങ്ങൾ കപ്പൽ എടുത്തോണ്ട് പോകണോ വേണ്ടയോ എന്ന് ഇറാൻ തീരുമാനിക്കും, അല്ലെങ്കിൽ കപ്പൽ മുക്കണോ വേണ്ടയോ എന്ന് ഇറാൻ തീരുമാനിക്കും എന്ന് പറയുന്ന അവസ്ഥയിലേക്ക്, അവരുടെ കെണിയിലേക്കാണ് നിങ്ങൾ പോയി കയറുന്നത്. കാര്യം അവരുടെ ഡ്രോൺ ശേഖരത്തെ, ആ സംവിധാനത്തെ ഒരിക്കലും
അമേരിക്കയ്ക്ക് കുറച്ച് കാണാനാകില്ല. അത് അമേരിക്ക എന്നല്ല, ഏത് സംവിധാനത്തെയും ഏത് രാജ്യത്തെയും ഭയപ്പെടുത്തുന്ന ഒന്നാണ്. അത് കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടുമുണ്ട്. ഞങ്ങൾ 47 വർഷം ഞങ്ങളുടെ ചെറുപ്പക്കാർ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാക്കിയെടുത്തതല്ല ഞങ്ങളുടെ ഈ അത്യന്താധുനിക മിസൈലുകളും ഡ്രോണുകളും ഒക്കെ. അവര് നിരന്തരമായി രാപകലില്ലാതെ ഇങ്ങനെ പതിറ്റാണ്ടുകൾ അധ്വാനിച്ചുണ്ടാക്കിയതാണ് എന്ന് ഇറാൻ തന്നെ കൃത്യമായിട്ടും പല സമയങ്ങളിൽ പല ഘട്ടങ്ങളിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഡ്രോണുകൾ തന്നെയാണ് അമേരിക്കയുടെ നിലവിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയും. അതുകൊണ്ടാണ് ഒരർമാടയ്ക്കും പിറകെ വീണ്ടും അർമാടകൾ വന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കൂടുതൽ യുദ്ധക്കപ്പലുകൾ അയക്കുന്നു എന്നൊക്കെ അമേരിക്ക ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അപ്പോഴും ഇറാൻ പതറുന്നില്ലല്ലോ. ഇറാൻ കൃത്യമായിട്ടും എങ്കിൽ പിന്നെ നമുക്ക് നോക്കാം, ആദ്യം ഇങ്ങോട്ടാണ് ആക്രമണം ഉണ്ടാകുന്നതെങ്കിൽ ഞങ്ങൾ ഒരു ഓൾ ഔട്ട് വാറായിട്ട് ഞങ്ങളത് ഏറ്റെടുക്കും. ഞങ്ങളുടെ രാജ്യത്തിന്റെ റെഡ് ലൈൻ കുറിച്ച് കിടക്കുന്ന ഒരു പരിപാടി ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ എന്താണ് സംഭവിക്കുക, ഒരിക്കലും നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത കോൺസിക്വൻസസ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്ന് ഉറച്ചുറച്ച് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഇറാൻ പറയുന്നതിന്റെ കാരണം അവരുടെ ഈ കോൺഫിഡൻസ് ആണ്, ഈ ആത്മവിശ്വാസമാണ്. അതിൽ തന്നെ ഈ 2021 മുതലൊക്കെ ഇറാൻ രൂപകൽപ്പന ചെയ്ത അവരുടെ ഡ്രോണുകൾ എന്ന് പറഞ്ഞാൽ അത്യന്താധുനിക ഡ്രോണുകളാണ്. അപ്പൊ അമേരിക്കയുടെയോ മറ്റു രാജ്യങ്ങളുടെയോ ഒക്കെ, ഇപ്പൊ ചൈനയുടെയോ ഒക്കെ ഡ്രോണുകൾക്ക് സമാനമായ അതിലെ സവിശേഷതകളെല്ലാം ഉള്ള ഡ്രോണുകളാണ്. ഇപ്പൊ പറയുന്നവരുടെ പുതിയ ക്യാമൻ, 2021 വന്ന ക്യാമൻ, അത് MQ-1 പ്രഡേറ്റർ ഡ്രോൺ, അമേരിക്കയുടെ പ്രഡേറ്റർ ഡ്രോണിന്റെ എല്ലാ സവിശേഷതകളും ഉള്ളതാണ്. അതുപോലെ തന്നെ MQ-9 റീപ്പർ ഡ്രോണുകളുടെ സവിശേഷതകളൊക്കെ അടങ്ങുന്ന സംവിധാനമാണ്. അപ്പൊ ആ വർഷം മുതൽ ഇങ്ങോട്ട് അവരുടെ ഏറ്റവും പുതിയ ഡ്രോണുകളൊക്കെ അവർ വികസിപ്പിച്ചത് ലോകത്ത് ഇന്ന് നിലവിലുള്ള എല്ലാ സാങ്കേതിക വിദ്യയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഡ്രോണുകളാണ്. അപ്പൊ അത് ഒരിക്കലും അതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്, അത്തരം ഡ്രോണുകളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അവര് എല്ലാം കൂടി ആയിരക്കണക്കിന് ഡ്രോണുകൾ ഒരുമിച്ച് പറന്നിറങ്ങിക്കഴിഞ്ഞാൽ ഈ എബ്രഹാം ലിങ്കൺ കപ്പലിന്റെയൊക്കെ കിളി പോകുമെന്നാണ് വിദഗ്ധൻ തന്നെ പറയുന്നത് കേട്ടോ. നമ്മൾ പറയേണ്ട ആവശ്യമില്ല, വിദഗ്ധൻ തന്നെ പറയുന്നത്. അതുപോലെ തന്നെ US സെൻട്രൽ കമാൻഡ് മേധാവി ജനറൽ കെന്നത്ത് മക്കൻസി പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ ഡ്രോൺ ഭീഷണികളുടെ പശ്ചാത്തലമാണ് അദ്ദേഹം പ്രധാനമായും എടുത്തു പറയുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ അമേരിക്ക എത്രയോ പതിറ്റാണ്ടുകൾക്ക് ശേഷം പൂർണ്ണമായ ഒരു എയർ സുപ്രീമസി ഇല്ലാതെ, വ്യോമ ആധിപത്യം ഇല്ലാതെ നിൽക്കുന്ന ഒരു യുദ്ധമുഖമാണ് ഇത് എന്നും പറയുന്നു. അതായത് നിലവിൽ ഒരു വ്യോമാധിപത്യത്തോടെയാണ് അമേരിക്ക ഒരു യുദ്ധം തുടങ്ങുന്നതെന്ന് പറയാൻ പറ്റില്ല. കാരണം അങ്ങനെ ഒരു ആധിപത്യം ഇല്ല. അങ്ങനെ ഒരു ആധിപത്യം പ്രഖ്യാപിച്ച ശേഷം പങ്കെടുക്കാൻ പറ്റുന്ന ഒരു യുദ്ധമോ അല്ലെങ്കിൽ നടത്താൻ പറ്റുന്ന ഒരു ആക്രമണമോ അല്ല. അത് അവിടെ നിന്ന് ആക്രമണം തുടങ്ങുമ്പോൾ തന്നെ ഇവിടെ നിന്ന് അത്രയും ശക്തമായി തന്നെ ഇവിടെ നിന്നും ആക്രമണം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള എയർ സുപ്രീമസിയും അവകാശപ്പെടാനില്ലാതെ അമേരിക്ക നിൽക്കുകയാണ് എന്ന് പറയുന്ന അവരുടെ സെൻകോമിന്റെ ചീഫ് തന്നെയാണ് കേട്ടോ. ഏറ്റവും ഒടുവിൽ ഇറാനിൽ നിന്ന് വന്ന ഒരു വാർത്ത, ഇന്നലെ നടന്ന സംഭവമാണ്. ഇറാൻ പാർലമെന്റേറിയന്മാരെല്ലാം IRGCയുടെ യൂണിഫോം ധരിച്ചുകൊണ്ട്, ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ്സ് കോർപ്സിന്റെ യൂണിഫോം ധരിച്ചുകൊണ്ട് ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ഇസ്രയേൽ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് ഇങ്ങനെ പാർലമെന്റിനകത്ത്, നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിത്വം, പരാമർശമുള്ള വ്യക്തിത്വമാണ് അവിടുത്തെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ഗാലിബാഫിന്റെ നേതൃത്വത്തിൽ IRGC യൂണിഫോമിലാണ് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും മരണം മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ടൊരു ജാഥ നടത്തുന്നത്. അപ്പൊ അതിലവർ കൃത്യമായിട്ടും പ്രഖ്യാപിക്കുന്നത് ഏത് തരത്തിലുള്ള ആക്രമണവും നേരിടാൻ ചങ്കൂറ്റത്തോടെ ഇറാൻ ഇറങ്ങി നിൽക്കും. അത് അവിടുത്തെ ഓരോ മനുഷ്യനും ഇറങ്ങി നിൽക്കും എന്ന് തന്നെയാണ് പ്രഖ്യാപിക്കുന്നത്. ലക്ഷക്കണക്കിന് മനുഷ്യർ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ പ്രതിരോധിക്കാൻ, മാതൃരാജ്യത്തെ സംരക്ഷിക്കാൻ, രക്തസാക്ഷിത്വമാണെങ്കിൽ രക്തസാക്ഷിത്വത്തിന് തയ്യാറായി നിൽക്കുന്നു എന്നാണ്. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഖാംനെയി ഇതാ തുരങ്കത്തിലിരിക്കുന്നു, അദ്ദേഹം തുരങ്കത്തിൽ ഒളിച്ചു, ടെഹ്റാനിൽ ഏതോ തുരങ്കത്തിലാണ് എന്നൊക്കെയാണ് പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അദ്ദേഹം ഇന്നലെ ശനിയാഴ്ച അദ്ദേഹം ഇമാം ഖോംനെയിയുടെ ഒരു കൊളോസിയമുണ്ട്, ആ കൊളോസിയത്തിലെത്തി. അതായത് ഈ ഇസ്ലാമിക് റവല്യൂഷന്റെ 47ാം വാർഷികം ആഘോഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്നലെ അവരുടെ 10th ഡേ ആണ്, അതിന്റെ ആഘോഷങ്ങൾ അവസാനിക്കുന്ന ദിവസമായ 10th ഡേയിൽ ഈ കൊളോസിയത്തിലെത്തി അവിടെ പ്രാർത്ഥന നടത്തുന്ന ദൃശ്യങ്ങളാണ് മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. അതായത് ഇദ്ദേഹം ഈ തുരങ്കത്തിൽ ഇരിക്കുന്നു എന്നൊക്കെ ചുമ്മാ ഈ മാധ്യമങ്ങൾ അടിച്ചുവിടുകയാണ്. പക്ഷെ ഇതിനെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട്, എല്ലാ കാര്യങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ടും എല്ലാ കാര്യങ്ങളും നിരീക്ഷിച്ചുകൊണ്ടും കൃത്യമായി പൊതുമണ്ഡലത്തിൽ തന്നെ ആയത്തുള്ള സയ്യിദ് അലി ഖാംനെയി നിൽക്കുന്നു, അദ്ദേഹം സജീവമായി തന്നെ പൊതുമണ്ഡലത്തിൽ നിൽക്കുന്നു എന്നതിന്റെ ചിത്രങ്ങൾ സഹിതം മാധ്യമങ്ങളൊക്കെയും റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ ഇപ്പോഴും ഇത് യുദ്ധം എന്ന് പറയുന്നതല്ലാതെ അങ്ങോട്ട് തൊടാൻ ഇതുവരെ അമേരിക്കയ്ക്ക് ധൈര്യം കിട്ടിയിട്ടില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഈ കപ്പലുകൾ തിരിച്ചു കൊണ്ടുപോകണോ വേണ്ടേ എന്ന് ഞങ്ങളെ തീരുമാനിക്കട്ടെ എന്ന് പറയുന്ന അവസ്ഥയിലാണോ ഇപ്പോൾ ഉള്ളതെന്ന് എനിക്കറിയില്ല. ഇറാൻ കെണി ഒരുക്കിയതാണോ, ഇറാൻ വെച്ച കെണിയിലേക്ക് കപ്പലുകളൊക്കെ വന്നു കയറിയതാണോ? ഇനിയിപ്പോ ഏതായാലും മാനം രക്ഷിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ. ആദ്യം ഇദ്ദേഹം ഈ മനുഷ്യാവകാശങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്ന ട്രംപ് പിന്നീട് ഇപ്പോ ആണവ കരാറിനെ കുറിച്ചാണല്ലോ പറയുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് അദ്ദേഹത്തിന് തന്നെ ഓരോ ദിവസവും അദ്ദേഹം മാറ്റി പറയുന്നത് കൊണ്ട് ഇനി അദ്ദേഹം എന്ത് പറയുമെന്ന് നമുക്ക് അറിയുകയുമില്ല. അപ്പൊ ഏതായാലും ഈ വെട്ടിക്കിളിക്കൂട്ടമാണ്
ഏറ്റവും വലിയ പേടി സ്വപ്നം അത് അമേരിക്കയുടെ നിലവിൽ അമേരിക്ക ഒരു ആക്രമണത്തിന് തയ്യാറെടുക്കുമ്പോൾ അമേരിക്കയിൽ നിന്ന് തന്നെ വരുന്ന മുന്നറിയിപ്പുകൾ അത് അമേരിക്കയ്ക്ക് ഏതായാലും കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല. അപ്പൊ കുറച്ചുകൂടി കുറേയധികം ഗൃഹപാഠം ചെയ്തിട്ടായിരിക്കും ഇറാനെ അടിക്കാൻ തീരുമാനിച്ചത്. പക്ഷെ അത് കുറച്ചുകൂടി ഗൃഹപാഠം ചെയ്യേണ്ടി വരുമെന്നും കുറച്ചുകൂടി കാര്യങ്ങളൊന്ന് പഠിക്കേണ്ടി വരും എന്നുമൊക്കെ ഈ മേഖലയിൽ നിന്നുള്ള വിദഗ്ധർ തന്നെ അഭിപ്രായപ്പെടുന്നു. അവർ അങ്ങനെ വിലയിരുത്തൽ നടത്തുന്നു. അപ്പോൾ ട്രംപ് മാനം കപ്പൽ കയറാതിരിക്കാൻ വേണ്ടി കപ്പലുകൾ എത്രയും പെട്ടെന്ന് തിരിച്ചു കൊണ്ടുപോകുന്നതാണ് ആയിരിക്കും നല്ലത് എന്നും അഭിപ്രായപ്പെടുന്ന ഈ മേഖലയിലെ വിദഗ്ധരുണ്ട്.